എല്ലാവർക്കും നമസ്കാരം. പോർട്ടിലാക്ക എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ചെടി, നമ്മളതിനെ 10 മണി പൂ എന്ന് പറയും. അപ്പോൾ ഈ 10 മണി പൂ വെച്ചുകൊണ്ട് ഒരു 10 മണീസ് എങ്ങനെ കോവിഡ് കാലത്തുണ്ടാക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് ഒരാളെ നമുക്കിന്ന് പോയി കാണാം. പോർട്ടിലാക്ക ഒളറാസിയെ എന്ന് പറയുന്നത് സാധാരണ പൾസ് ലൈൻ എന്ന് പറയുന്ന ചെടിയാണ്. മെഡിസിനൽ പ്രോപ്പർട്ടി കൊണ്ട് നമുക്ക് കഴിക്കാം. അതിൽ ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ ധാരാളം ഇനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 40 മുതൽ 100 വരെ സ്പീഷീസ് ഉണ്ട്. ബൈ കളർ, ആൾ അഗ്രോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇനങ്ങളൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് നേരെ ആ തോട്ടത്തിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഷോക്കടിച്ചതുപോലെയാകും. ഒരു ചെറുപ്പക്കാരൻ, ശാസ്ത്രജ്ഞനൊന്നുമല്ല, പക്ഷേ വളരെ കഷ്ടപ്പെട്ട് ഒരു വലിയൊരു തോട്ടമുണ്ടാക്കി. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ ഒന്ന്. അതായത് ചുമ്മാ ഒരു നമ്മുടെ അറിവനുസരിച്ച് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉദ്ദേശം എത്രത്തോളം കളക്ഷൻ ഉണ്ട്? ഉദ്ദേശം ഒരു 300 മേളിലുണ്ട്. പോർട്ടിലാക്കയുടെ ഒരു 32-33 വെറൈറ്റി. എല്ലാം പോർട്ടിലാക്കയല്ലേ? പോർട്ടിലാക്ക ഉണ്ട്, പൾസ് ഉണ്ട്, സിൻഡ്രല്ല ഉണ്ട്, പൾസ് ഉണ്ട്, സിൻഡ്രല്ല ഉണ്ട്. പിന്നെ ഇപ്പോൾ വന്നിട്ട് പിയർ പിച്ച എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്, ജംബോ ഉണ്ട്, ടയാറോ ഉണ്ട്. ഇത്രയും ഐറ്റം നമ്മൾ ഈ 10 മണിയിൽ ഫാമിലിയിൽ എല്ലാവരും ചേർത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾ പെറ്റൽസ് വന്നിട്ട് 17 കളറുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഇന്ത്യയിൽ തന്നെ ഇവിടെയാണ്. ഇന്ത്യയിൽ ഇത് കൊണ്ടുവരുന്നത് ഞാൻ തന്നെയാണ്. പല രാജ്യങ്ങളിലും FB വഴിയുള്ള പലരുടെ സഹായത്താലാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്ന ടൈഗർ സ്ട്രിപ്പ് എന്ന് പറയുന്ന സെൻ്ററിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഞാനാണ്. സർക്കാരിൻ്റെ വല്ല സഹായം? യാതൊരു സഹായമില്ല ഇതിന് ഇവിടെ. പിന്നെ വാങ്ങാൻ വരുന്നവർ ഒരുപാട് സഹായം ചെയ്ത് കുറേ പോട്ടൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അത്രയും അതുകൊണ്ട് ഇതിനങ്ങ് ഡെവലപ്പ് ആക്കിയ. ശരി. അപ്പോൾ കൃഷി വകുപ്പിന് നമുക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിനകത്ത് സർക്കാർ ഇഷ്ടംപോലെ സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശരിക്കും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി, കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് വേണ്ട ആൾക്കാരുടെ ശ്രദ്ധയിൽ പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ വലിയ പരിപാടി ആക്കാം അല്ലേ? കൃത്യമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യക്കകത്ത് ഇതിൻ്റെ ഏകദേശം അറിയാമെന്നുള്ള 3-4 പേര് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടിലാക്ക ഫാം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് അറിയാം അല്ലേ? ഏകദേശം ഒരു 80% ഡീറ്റെയിൽസ് അറിയാം. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ അതോ മനസ്സ് ഓർമ്മ ഉണ്ടാണോ? ഓർമ്മ ഉണ്ട് ഫോട്ടോസ്. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പേര്, ഇതിൻ്റെ പേര് ഇനിറ്റാൻ എന്നാണ്. എന്താണ് ഇനിറ്റാൻ? അത് അയറിൻ, ഇറാൻഡ, ഇങ്ങനെ എല്ലാ 10 മണി പൂവിനും ഓരോ പേരുണ്ട്. കൊള്ളാം. അല്ലാതെ എല്ലാവരും ഈ 10 മണി പൂ എന്ന് പറയുന്നത് എല്ലാത്തിനും പേരുണ്ട്. 10 മണീസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് പൈസ ഉണ്ടാക്കാം, പക്ഷെ അത്രയും റിസ്ക് ആണ്. ഞാൻ ഏകദേശം ഒരു 3.5 വർഷം കൊണ്ട് ചെയ്തിട്ട് പോലും എനിക്ക് പിന്നെ പലരും ഇത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓൾഡ് കട്ടിങ്സ് ആണ് കൊടുത്ത് പൈസ ആക്കുന്നത്. ഇതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാനിത് ആ സാർ അങ്ങോട്ട് നോക്കി അതൊന്നും ഞാൻ സെയിൽ ചെയ്യത്തില്ല. ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആൾക്കാർ സെയിൽ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2.5 മാസം മുതൽ 3.5 മാസത്തിനകത്തുള്ള കട്ടിങ്സ് മാത്രമേ ഞാൻ സെയിൽ ചെയ്യുള്ളൂ. അതാകുമ്പോൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 21. പക്ഷേ ഇവിടെയൊക്കെ ഇത്രയും ദൂരം, ഇതിപ്പം ഈ വെള്ളനാട് ഭാഗമല്ലേ, ഇത്രയും ദൂരമൊക്കെ വന്ന് ആരാ ഇതൊക്കെ വാങ്ങുന്നത്? വേറെ മാർക്കറ്റിംഗ് പരിപാടികളൊക്കെ FB വഴി ഉണ്ട്. FB വഴി ആൾ ഇന്ത്യ ലെവലിൽ ഞാൻ ചെയ്യുന്നു. കറക്റ്റ്. ലോക്കലല്ല. സാമ്പത്തിക സഹായം മറ്റ് ലോണൊക്കെ? ലോൺ ഒരുപാടുണ്ട്. വീടും വസ്തുവൊക്കെ കുടിശ്ശികയിലാണ്. വീട് കടത്തിലാണോ? വീടെല്ലാം കടത്തിലാണ്, ജപ്തിയുടെ നടപടിയിലാണ്. ശരി. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇവിടെ വാങ്ങാൻ വന്ന ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ ഒരിക്കലും ഇത് കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അതെ. അപ്പോൾ നിങ്ങളെ എന്തായാലും തീർച്ചയായിട്ടും സഹായിക്കാം. ഈ ഭാവിയിൽ നിങ്ങൾ നല്ലൊരു ഓണ്ടർപ്രണർ ആവും. വെള്ളാട് പഞ്ചായത്തുകാർ അവിടെ കിടന്ന മണൽ ഒരു തോട്ടാന്ന് ചോദിച്ചപ്പോൾ ഈ ഓടയിൽ കിടന്ന് അതൊക്കെ വാരിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മണലിലാണ് മാക്സിമം. അല്ല, പഞ്ചായത്തല്ല, നമുക്ക് കുറച്ചും കൂടെ വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇത് പുറത്ത് വിട്ടിട്ടില്ല. അത് നമ്മൾ എടുത്തില്ലല്ലേ? ഇത് എടുത്തു. നമ്മൾ അവിടെ നിന്ന് ഇതിൻ്റെ കടവ് മാറി ഏറ്റവും അവസാനത്തത് അത് കൊള്ളാം. ലാസ്റ്റ് റെഡ്, ഇത് റെഡ്, ഇത് ഡാർക്ക് ഓറഞ്ച് ആണ്. അത് രണ്ട് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ. അത് തന്നെയല്ലേ ഇതും അല്ലേ?
ഏതാ ഇത് ആ അതന്നെ ഇത് തന്നെ ഉള്ളൂ. റോയൽ മജന്ത. ഹൈബ്രിഡ്സ് ആണെന്ന് തോന്നുന്നു. അല്ല ഇത് ബ്രസീലിലുള്ള ഐറ്റമാണ്. ബ്രസീലിലുള്ള ഐറ്റത്തിന് ഇത് തിക്നെസ് കൂടുതലാണ്. അതും ബ്രസീലിലുള്ള യെല്ലോ ക്രൗൺ എന്ന് പറയും. അത് മാരിഗോൾഡ്, അത് തായ്ലൻഡിലുള്ള. ഇതൊന്നും ഏത് രാജ്യത്തുനിന്ന് വന്നെന്ന് ഒരു കൂടെ ഉള്ളവർക്ക് അറിയില്ല. പിന്നെ നമ്മളെ അടുത്ത വേറെ തായ്ലൻഡ് മഞ്ഞയുണ്ട്. ഇത് മാരിഗോൾഡിൻ്റെ ഒരു മാരിഗോൾഡല്ലേ, അത് വേറെ ടൈപ്പ്. അതാണ്ട അത് ഇന്നത്തെ മഴയത്ത് ആണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഇതാണ്. ഇതിപ്പോൾ ഞാൻ പുറത്തോട്ട് ഇതെല്ലാം സെല്ലേഴ്സിന് കൊടുത്തതാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് കൂടുതലാണ്. റേറ്റ് കൂടുതലെന്ന് ഇത് പെട്ടെന്ന് അഴുകി കഴിക്കും. ഈ ഒരു തണ്ട് ഒടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒടിച്ചു ഈ ഏരിയ മൊത്തം അങ്ങ് പോകും ചിലപ്പോൾ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇത്. അതുകൊണ്ട് എപ്പോഴും സെൻട്രലിലേക്ക് മാർക്കറ്റ് കൂടുതൽ. അവിടെ ചോട് കൂടി കട്ട് ചെയ്തതാണ്. ആ ഏരിയ മൊത്തം അങ്ങ് പോയി. അതെന്തോ അതിന് കാരണം എന്തോ കാര്യമുണ്ട്. ഇനി അത് എന്താണെന്നുള്ളത് കണ്ടെത്തണം. ഇതുള്ളത് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഏത് പുറത്ത് വിടുന്നു അത് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. യഥാർത്ഥ സത്യമുള്ള ഇതോട്ട് ആ കളറ് ഇത് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഈ ഇരിക്കുന്ന ചുവപ്പ് കളറ് ഒരു എടുത്തു അല്ലേ? അവിടെ ഇതും ഒരു സെക്ഷൻ ആയിട്ട്